ഗൈസ്, ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലിൽ പോയിട്ടൊക്കെ വന്നപ്പം ലൂബ് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ പോയി വന്നപ്പോൾ തന്നെ നല്ല മഴയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലൂബ് മൊത്തം പോയി. അപ്പം ലൂബ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഫ്രണ്ടൊക്കെ തുറന്ന് ലൂബ് ചെയ്തിട്ട് കുറച്ച് സമയമൊക്കെ ആയി. അപ്പം ഈ പ്രോപ്പറായിട്ട് ലൂബ് ചെയ്യണം, അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പം വൈകിട്ടാണ് ചെയ്യുന്നത്. കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഒരു 8 മണിക്കൂറോളം ഒന്നും ചെയ്യാണ്ടിരിക്കണം. വണ്ടി പിന്നെ എടുത്ത് ഓടിച്ച് കഴിഞ്ഞാൽ ഈ വീല് കറങ്ങുമ്പം ലൂബ് തെറിച്ച് പോകും. അപ്പോൾ ആ എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ എപ്പോൾ ലൂബ് ചെയ്യുമ്പോഴും ഒരു 8 മണിക്കൂർ വണ്ടി പിന്നെ തുടരില്ല ലൂബ് ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടും അഴിക്കുന്നുണ്ട്, ബാക്കും പ്രോപ്പറായിട്ട് ലൂബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു 8-ൻ്റെ സ്പാനറാണ് വേണ്ടത്. അത് വെച്ചിട്ട് ഇത് ഫ്രണ്ട് അഴിക്കണമെങ്കിൽ ഈ 3 ഇത് അഴിക്കണം. ഇതകത്ത് അഴുക്കുകയാണ്. ചെയിനിൻ്റെ ഇതുണ്ട്, ചെയിനിൻ്റെ അകത്ത് ഇതില്ല, ഒട്ടലില്ല കയ്യിൽ, കണ്ട ഒട്ടലില്ല. ലൂബ് പോകുമ്പോൾ ഒട്ടൽ കിട്ടത്തില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തുറക്കുക. ഇവിടെ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് അഴുക്കാണ്. ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. നോക്കിയോ, കണ്ട ഫുള്ള് അഴുക്കുക. ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇതിരിക്കാം, WD-40 വെച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ചെയിൻ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് ഇത് വെച്ചിട്ട് ചിലർ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് ക്ലീൻ ചെയ്യാം. ചെയിൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് എടുക്കണം. എന്നിട്ട് വണ്ടി ഓഫാക്കി വെച്ചിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കൈ പോകും. അതായിരിക്കും എപ്പോഴും നല്ലത്. ചിലർ ഓണാക്കി വെച്ചിട്ടൊക്കെ ചെയ്യും. എന്നിട്ട് പതിയെ ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ പണി ചെയ്യുന്ന നോക്കാൻ വേണ്ടി പൂച്ച വന്നിരിപ്പുണ്ട്. നമ്മൾ ചെയ്യുന്ന കുറഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്യും. ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഈ ഭാഗം നേരെ ഇതിങ്ങനെ വെക്കുക. നേരെ ഇതിങ്ങനെ ക്ലീൻ ചെയ്യാം. ആ 2 ഭാഗം ഇവിടെ ഈ ഭാഗം വെച്ച് ക്ലീൻ ചെയ്ത് ഇനി ഇവിടെ ഇരിക്കുന്ന ഭാഗം ഈ തിരിച്ചുള്ള ഇപ്പുറത്തെ ഭാഗം വെച്ച് നോക്കിക്കോ. അടുത്തോട്ട് വന്നു വെച്ചത് ഇപ്പോൾ അഴുക്ക് വീഴുന്നതാണ്. വേണ്ട, താഴത്തോട്ട് വീഴുന്ന നോക്കി. ഇതിൻ്റെ അകത്തുനിന്ന് വേസ്റ്റ് തുണി എടുക്കുക. നമ്മളിപ്പം ഈ ഭാഗം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട്. അവിടുത്തെ അഴുക്കൊക്കെ പോയി. നേരത്തെ നോക്കിയാൽ മതി. അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് എത്രയൊക്കെ ആണെങ്കിലും പറഞ്ഞൊരു ക്ലോത്ത് വെച്ച് തൂത്തെടുത്താലേ നല്ല ക്ലീനായിട്ടിരിക്കത്തുള്ളൂ. നിങ്ങൾ ചെയിൻ്റെ കളർ കണ്ട, ഈ ഒരു കളറല്ലേ ബ്രൗൺ. ഇത് സത്യത്തിൽ റോളോൻ്റെ ചെയിനാണ്, ബ്രാസ് കളറാണ്. അത് നമ്മൾ തൂത്ത് ശരിയാക്കണം. ഗൈസ്, ഇത് ഫുള്ള് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് തുണിയൊക്കെ കണ്ടു വെച്ച് തൂത്ത് പക്കാക്കി ചെയിൻ്റെ കളറൊക്കെ വന്ന് ഇനി ഇത് കുറച്ച് നേരം ഒന്നും ചെയ്യാണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ലൂബ് അപ്ലൈ ചെയ്യണം. അപ്പം അതുവരെ ഇതിനകത്ത് ഇപ്പോൾ കെമിക്കലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ തുണിയൊക്കെ വെച്ചൊന്ന് തൂത്ത് എന്നാലും ഒന്നും കൂടെ ഒന്ന് സെറ്റാകാൻ വെക്കണം. ഇത് 1000 കിലോമീറ്റർ ഓടുമ്പം ഇവിടെ തുറന്നിട്ട് ഇവിടുത്തെ ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഗൈസ്, ഇനി ഫൈനൽ സ്റ്റേജാണ് ലൂബ് അടിക്കുക. ക്ലീനിങ് പ്രോപ്പറായിട്ട് കഴിഞ്ഞ് ഫ്രണ്ടൊന്ന് കാണിച്ചു കൊടുത്തേ. അതൊക്കെ പക്കായിട്ട് തൂത്ത് വൃത്തിയാക്കി ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ലൂബ് അടിക്കുക. ഗൈസ്, അങ്ങനെ ലൂബ് അടിച്ച് കഴിഞ്ഞിട്ട് ഇനി ആ ഫ്രണ്ട് ക്ലോസ് ചെയ്യണം. നോക്കിയേ, ഇപ്പോൾ ലൂബ് അടിക്കുമ്പോൾ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയിന് തൊട്ടിട്ട് ഇതുണ്ട് ഒരു പശപ്പ്. ഈ പശപ്പാണ് ലൂബ് ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം. ഇത് പോയി കഴിയുമ്പോഴാണ് ലൂബ് തീർന്നുള്ള അർത്ഥം. അപ്പം ഇനി ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.